ആർ സി ഗാരേജിൽ ഇന്ന് സർവീസിന് ഇറങ്ങണം ചൈനീസ് ബ്രാൻഡിന്റെ ടൈഫൺ എന്ന് പറയുന്ന 4x4 ഒരു ആർ സി കാറാണ്. ഇതിന്റെ ഫോർവേഡ് ബാക്ക്വേഡ് കറക്റ്റ് വർക്കിംഗ് ആണ്. പക്ഷെ ഇതിന് പറ്റിയ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതിന്റെ സ്റ്റിയറിംഗ് ട്രിം നമ്മൾ റിമോട്ടിൽ ഈക്വൽ ആക്കി ഇട്ടേക്കണേണ്ട. ഈ വണ്ടിയുടെ വീലായിട്ട് നിങ്ങൾ നോക്കിയാൽ ഈ ഒരു വീല് സ്ട്രൈറ്റ് ആണ്, പക്ഷെ ഈ ഒരു വീല് തിരിഞ്ഞാണ് നിൽക്കുന്നത്. അതാണ് ഈ ഒരു ആർ സിയുടെ കംപ്ലൈന്റ് പറയുന്നത്. ഈ ഒരു ടൈഫൺ ആർ സി കാർ പർച്ചേസ് ചെയ്ത ഷോപ്പിൽ കസ്റ്റമർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ ടൈഫൺ ആർ സിക്കും ഇതേപോലെ വീല് ഒരു സൈഡിലായിട്ട് തിരിഞ്ഞായിരിക്കണം എന്നാണ് ഷോപ്പുകാർ പറയുന്നത്. നമ്മൾ ടൈഫൺ ആർ സി കാർ ഒരുപാട് നമ്മുടെ സർവീസ് സെന്ററിൽ നമ്മൾ സർവീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആർ സിക്കൊന്നും ഞാൻ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കണ്ടിട്ടില്ല. പിന്നെ ഷോപ്പുകാരെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ നമുക്ക് ഈ ഒരു വീല് ഈ സൈഡ് ചെരുവ് മാറ്റി സംഭവം ഒന്ന് സെറ്റാക്കി എടുക്കണം. നമുക്ക് ആദ്യം ഈ ഒരു സ്റ്റിയറിംഗ് ലിങ്കേജ് ഒന്ന് മാറ്റി സെറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ആർസിയുടെ സ്റ്റിയറിംഗ് ലിങ്കേജ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൽ ഇത്തിരി പണിയാണ് സംഭവം. ഈ ഫ്രണ്ട് സൈഡിൽ ഒരു പൊടിക്ക് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പൊ നമ്മൾ ഈ ഒരു സംഭവം നോക്കി വന്നപ്പോ ഈ വീല് സെറ്റ് ചെയ്യണ ഈ ഒരു പാർട്സ് കണ്ട, ഈ ഒരു പാർട്സിന്റെ ഈ ഒരു ബെൻഡ് കുറവായിപ്പോയി. അത് കാരണം ആ വീല് ഒരു സൈഡിലായിട്ട് ചരിഞ്ഞ് നിൽക്കുന്നത്. ഇത്തിരി ബെൻഡ് ഉണ്ടായിരുന്നെങ്കിൽ സംഭവം നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു പാർട്സ് മാറ്റിയിട്ട് നമ്മളോടൊരു സ്ക്രാപ്പിന് വിളിച്ചൊരു ടൈഫൺ ആർ സി കാറുണ്ടായിരുന്നു. അതിന്റെ ഈ ഒരു പാർട്സ് നമ്മൾ ആ ഒരു വണ്ടിക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവം ഇപ്പൊ അടിപൊളിയായി. കാരണം ഇപ്പൊ സ്റ്റീൽ നല്ല സ്ട്രൈറ്റ് അല്ലേ ഇരിക്കുന്നത്. ഈ ഒരു ആർ സിക്ക് വേറൊരു കംപ്ലൈന്റ് കൂടി കസ്റ്റമർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ റൈറ്റ് തിരിക്കുമ്പോൾ ലെഫ്റ്റും ലെഫ്റ്റ് തിരിക്കുമ്പോൾ റൈറ്റും അങ്ങനെയാണ് ഇതിന്റെ സ്റ്റിയറിംഗ് സൈഡ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം. നമ്മളിപ്പോ ആ സ്റ്റിയറിംഗ് സൈഡും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം.